KGF ഫെയിം യാഷിൻ്റെ ടോക്സിക് ആ ഒരു സിനിമ അനൗൺസ്മെൻറ്റ് മുതൽ ചർച്ചകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീണ്ടും അതിനെക്കുറിച്ച് എന്താ പറയുക പല വിവാദങ്ങൾ വരുന്നുണ്ട്. ആ സിനിമ ഡ്രോപ്പായി അല്ലെങ്കിൽ അങ്ങനെ പല ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ആ ഒരു സിനിമയെക്കുറിച്ച്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. KGF എന്ന് പറയുന്ന ഒരു ഒറ്റ സിനിമയിലൂടെ പാൻ ഇന്ത്യൻ ലെവലെത്തിയ നടനാണ് യാഷ്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു മലയാളികൾക്കൊന്നും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരു വളരെ അപൂർവം ആയിട്ടും ആൾക്കാർ മാത്രമേ യാഷിൻ്റെ മുമ്പത്തെ സിനിമകൾ കാണിക്കുകയോ അല്ലെങ്കിൽ യാഷിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. കാരണം അദ്ദേഹം ഒരു ആക്ഷൻ ഹീറോ അല്ല, റൊമാൻറ്റിക് സിനിമകളൊക്കെ ചെയ്തതാണ്. അതിന് മുമ്പ് സീരിയൽ നടനായിരുന്നു. അങ്ങനെ വളരെ ചെറിയ രീതിയിൽ വന്ന് പിച്ച വെച്ച് അങ്ങനെ വന്ന് ഒറ്റ KGF ഇവിടെ കത്തി കയറി. പിന്നെ KGF 2 അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ യാഷ് ഇന്നത്തെ യാഷായി മാറിയത്. അതിനുശേഷം യാഷ് ഏത് സിനിമ കമ്മിറ്റ് ചെയ്യും എന്നുള്ള പല ചർച്ചകളുണ്ടായിരുന്നു. അവസാനം കമ്മിറ്റ് ചെയ്ത് നമ്മുടെ മലയാളി സംവിധായകയായ ഗീതു മോഹൻദാസിൻ്റെ സിനിമയാണ് ടോക്സിക് എന്ന് പറഞ്ഞ അനൗൺസ്മെൻ്റ് ഒക്കെ വന്നു. പിന്നെ ആ ഒരു സിനിമയിലെ കാസ്റ്റിനെ കുറിച്ച് പലത് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നയൻതാര അഭിനയിക്കുന്നു, കിരാദ്വാനി അഭിനയിക്കുന്നു, ടോവിനോ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തകളുണ്ട്. പിന്നെ നമ്മുടെ മലയാളി സുദേവ് നായർ നമുക്കറിയാം ഇപ്പോൾ തെലുങ്കിലും മലയാളത്തിലൊക്കെ ഒരുപോലെ അഭിനയിക്കുന്നത്. തെലുങ്കിലാണ് അദ്ദേഹം തകർപ്പൻ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ തെലുങ്കിൽ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ട്. തെലുങ്കിൽ വില്ലനായിട്ടും ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ സിനിമയിൽ കുറച്ച് ഷൂട്ടിംഗ് ഇടയ്ക്ക് നിർത്തിവെച്ചു. അതുപോലെ തന്നെ ഗീതു മോഹൻദാസിൻ്റെ സംവിധാനത്തിൽ യാഷ് സംതൃപ്തനല്ല, അതുകൊണ്ട് വീണ്ടും റീഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ കുറേ ചർച്ചകളും വിവാദങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വീണ്ടും അതൊന്ന് കുത്തിപ്പൊക്കിയിട്ടുണ്ട് ചില ചർച്ചകൾ. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ആ സിനിമ ഡ്രോപ്പായി എന്ന് പറയുന്നുണ്ട്. അത് നിർത്തിവെച്ചു, ആ ഒരു സിനിമ അനിശ്ചിതത്വത്തിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഒരു കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ആ സിനിമ പറഞ്ഞ പോലെ അടുത്ത വർഷം 2026 മാർച്ചിൽ റിലീസ് ചെയ്യും എന്ന് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ KVN പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്, ഇന്ത്യയിൽ തന്നെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ എന്താണ് ഈ പറയുന്ന കാര്യങ്ങളിൽ, ഈ പറയുന്ന വിവാദങ്ങളിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ പല രീതിയിലുള്ള ചർച്ചകൾ രണ്ട് രീതിയിൽ നടക്കുന്നത്. കാരണം നമുക്കറിയാം ഗീതു മോഹൻദാസ് മൂത്തോൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്തു. അതിനു മുമ്പ് ഗീതു മോഹൻദാസ് ചെയ്ത സിനിമകളൊന്നും അങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമകളല്ല. അപ്പോൾ അതുകൊണ്ട് യാഷിനെ പോലെ KGF 2 കഴിഞ്ഞ് നിൽക്കുന്ന യാഷിനെ പോലത്തെ ഒരു നടൻ ഗീതു മോഹൻദാസിൻ്റെ പോലത്തെ ഒരു സംവിധായകരുടെ സിനിമയാണോ ചെയ്യേണ്ടത് എന്നൊരു വിഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊരു വിഭാഗം ചിലപ്പോൾ ഗീതു മോഹൻദാസ് ഒരു കമേഴ്ഷ്യൽ പടത്തോടു കൂടി ഗീതു മോഹൻദാസിൻ്റെ വേറൊരു തരത്തിലുള്ള സിനിമയായി ഗീതു മോഹൻദാസ് മാറുന്നതാവാം. അങ്ങനെയുമുണ്ട്, നമുക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ടീസർ പോലെ റിലീസായിരുന്നു. അപ്പോൾ ആ ഒരു ടീസർ ഇറങ്ങിയപ്പോഴും ഒരു വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലെ ഗീതു മോഹൻദാസിൻ്റെ സിനിമകളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിൽ ഉള്ള സീനുകളൊക്കെ ആ ഒരു സിനിമയിൽ ടീസറിൽ കണ്ടു. അപ്പോൾ ഇതൊക്കെ ശരിയാണോ, അങ്ങനെയൊക്കെ എന്താ പറയുക വിവാദങ്ങളിലൂടെ ആ സിനിമ ചർച്ചകൾ ആവുന്നുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, വലിയ പ്രൊഡക്ഷൻ കോസ്റ്റുകൾ കോടികളാണ്. KGF-നേക്കാട്ടും കോടികൾ ചിലവിട്ടിട്ടാണ് സിനിമ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും യാഷിനെ പോലത്തെ ഒരു നടൻ എന്തായാലും ഇത്രയും കാത്തിരുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി ഒരു KGF 2 അവസാനം KGF 2 ഇറങ്ങിയത് 22 ഏപ്രിലാണ് ഇവിടെ ഇറങ്ങിയത്. അന്ന് KGF-ഉം ബീസ്റ്റും ഒരേ സമയത്ത് ഒരു ഒറ്റ ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് റിലീസായത്. കേരളത്തിലും അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ലിസ്റ്റും സ്റ്റീഫനും കൂടിയാണ്. അന്ന് ബീസ്റ്റ് നഷ്ടമായിരുന്നു കേരളത്തിൽ, പക്ഷേ KGF അന്ന് ഭയങ്കര ലാഭമായിരുന്നു. 70 കോടി 75 കോടിയോളം ഗ്രോസ് കിട്ടിയ ഒരു സിനിമയായിരുന്നു KGF 2 ഇവിടെ കേരളത്തിൽ. ഈ Day 1 കളക്ഷനും കേരള ഗ്രോസും ഒക്കെ ഒരു കാലത്ത് KGF തന്നെയായിരുന്നു. പിന്നെ KGF-നെ മറികടന്ന് 2018-ഉം തുടരും ലോകയും ഒക്കെ വന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ യാഷിനെ പോലെ ഒരൊറ്റ സിനിമയിലൂടെ മാത്രം പ്രേക്ഷകർക്ക് പരിചിതനായ ഒരു നടനാണ്. ആ ഒരു നടൻ ഇവിടെ ലുലു മാളിൽ വന്നപ്പോഴും നമ്മൾ ആ ഒരു ഓളൊക്കെ കണ്ടതാണ് ഓഡിയൻസിന്, ഒരൊറ്റ KGF-ഓട് കൂടി. പിന്നെ യാഷിൻ്റെ ആ ഒരു ഡയലോഗ്സും ഈ പറഞ്ഞ പോലെ വയലൻസ് എന്നുള്ള ഡയലോഗൊക്കെ ഇവിടെ അതിന് ശേഷം പിന്നീട് ചില മിമിക്രിക്കാർ വരെ അതൊക്കെ ചെയ്ത് നമ്മൾ അനുകരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഫാൻ ഫോളോയിങ് തന്നെ യാഷിനുണ്ട്. ഈ സിനിമ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും അതുകൂടാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ റിലീസാവുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്ര 6 ഭാഷകളിൽ റിലീസാവാൻ പ്ലാൻ ചെയ്യുന്നൊരു സിനിമയാണ്. 2025 റിലീസാവും എന്നായിരുന്നു ആദ്യം ഇവർ പ്ലാൻ ചെയ്തത്. പിന്നെ അതൊക്കെ മാറി ഇപ്പോൾ അടുത്ത വർഷം 2026 മാർച്ചിലേക്കാണ് തള്ളിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. കാരണം യാഷ് ഇത്രയും ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒരു സൂപ്പർ താരം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സൂപ്പർ താരം ഇത്രയധികം ബ്രേക്ക് എടുത്തിട്ട് ഒരു സിനിമ, അതും യാഷിനെ പോലെ, ഞാൻ പറഞ്ഞ യാഷിനെ പോലെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ പോർട്ട്ഫോളിയോയിലുള്ള ഒരു നടനല്ല. ഇപ്പം രജനീകാന്തൊക്കെ കുറേ കാലം കഴിഞ്ഞ് പിന്നീട് ഒരു ഭാഷയോ
അല്ലെങ്കിൽ ഒരു അരുണാചലമൊക്കെ കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ 2-3 വർഷം കൂടുമ്പോൾ ഒരു സിനിമയൊക്കെ ചെയ്യുന്ന ലെവലൊക്കെ രജനീകാന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാഷിനെ പോലത്തെ ഒരു നടൻ ഇത്ര ഒരു യുവതാരം അങ്ങനെ ചെയ്തിട്ടില്ല. അതെന്താവും എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും കേട്ടോ, ഈ ടോക്സിക് എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണെന്നുള്ളത് നിങ്ങൾ പറയുക. അത് ഏത് തരത്തിലുള്ള സിനിമയായിരിക്കും, പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതൊക്കെ നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.